കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു പ്രഭാതം കൂടെ കണ്ട് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം ഇടവരുത്തിയ കർത്താവിൻ്റെ മഹാകരുണയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് മഹത്വം അർപ്പിക്കുക. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നതുപോലെ സ്തോത്രം ഒരു പുതിയ അധ്യയന വർഷം ദൈവം നമുക്ക് നൽകുകയാണ്. നമ്മുടെ തലമുറകളെല്ലാം പ്രേക്ഷക വിദ്യാഭ്യാസത്തിലേക്ക് സ്തോത്രം തിരികെ പോകുന്ന ഒരു ദിവസമായി ഇന്നത്തെ ദിവസം മാറുകയാണല്ലോ. വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ കടന്നു പോകുന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങൾക്കായിട്ടും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എങ്ങനെയാണ് ഈ തലമുറയിൽ പ്രേക്ഷക ദൈവത്തിൻ്റെ ശക്തിയിലേക്ക് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ തലമുറയ്ക്കകത്ത് വെളിപ്പെടേണ്ടത് എന്നുള്ളത് ഏറ്റവും അധികം ചിന്തിക്കേണ്ട ഒരു കാലത്തിൽ വന്നു നിൽക്കുകയാണ്. സ്തോത്രം മറ്റ് പല വിഷയങ്ങളിൽ ലഹരിക്ക് അടിമകളായിട്ട് മാറുന്ന മദ്യപാനത്തിന്, മയക്കുമരുന്നിന്, ഹാഷിഷ്, ബ്രൗൺ ഷുഗർ എന്നീ തുടങ്ങിയ മയക്കുമരുന്നുകൾക്ക് ഇല്ലെങ്കിൽ MDMA പോലുള്ള സ്തോത്രമാരകമായ മയക്കുമരുന്നുകൾക്ക് അടിമയായി പോകുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുമാത്രമല്ല, അധാർമികതകളുടെയും പാപത്തിൻ്റെയും സ്തോത്രം മറ്റ് സ്വാധീനങ്ങൾ ഇന്ന് തലമുറയിൽ സ്വാധീനിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവമക്കളായി മാറുക അല്ലെങ്കിൽ ദൈവ കുഞ്ഞുങ്ങളായി മാറുക എന്നുള്ളത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ഒരു ചിന്ത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പ്രഭാതത്തിൽ കൊണ്ടുവരുന്നു. സ്തോത്രം സദൃശവാക്യങ്ങളുടെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 6-ാമത് വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ബാലനെ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മയെന്ന് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ ആഴത്തിലിറങ്ങി പറയാം. ദൈവത്തിൻ്റെ വചനം എന്നുള്ള ചിന്ത നമ്മൾ മനസ്സിലാക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്ന ആ വചനം ക്രിസ്തുവാണ്. അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഒരു വസ്തുവോ വീടോ മൊബൈൽ ഫോണോ ഇല്ലെങ്കിൽ ഇന്നത്തെ രീതിയിൽ പറഞ്ഞ ഐഫോണോ മറ്റ് ടാബോ മറ്റ് സംവിധാനങ്ങളോ നമ്മുടെ തലമുറകൾക്ക് കൈമാറുന്നതിന് മുൻപ് സ്തോത്രം നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ കർത്താവിനെ അവരുടെ ഹൃദയത്തിലേക്ക് കൈമാറുക എന്നുള്ളതാണ്. പ്രാർത്ഥനയിലും ദൈവവചന ധ്യാനത്തിലും വിശുദ്ധ ജീവിതത്തിലും നമ്മുടെ തലമുറകളെ വാർത്തെടുക്കേണ്ടതിന് അതിനുള്ള ശ്രമം നമ്മൾ തന്നെ ആരംഭിക്കേണ്ടതാണ്. കുഞ്ഞുങ്ങൾ പരീക്ഷ പാസ്സാകുമ്പോൾ ഇല്ലെങ്കിൽ സ്തോത്രം 10th അതുപോലെ +2 ഉള്ള മേഖലകൾ പാസ് ഔട്ട് ആകുന്ന സമയത്ത് നമ്മുടെ സന്തോഷത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടി മൊബൈൽ ഫോണുകൾ, ആൻഡ്രോയിഡ് മൊബൈൽ ഫോണുകൾ നമ്മുടെ തലമുറകൾക്ക് നമ്മൾ മേടിച്ചു കൊടുക്കാറുണ്ട്. അത് ചെയ്യുന്നതിന് മുൻപ് സ്തോത്രം യേശുവിനെ അവരുടെ ഹൃദയങ്ങളിലേക്ക് കൈമാറണം. മൊബൈൽ ഫോണിന് ആവശ്യമായ ഒരു കാര്യമാണ്. സ്തോത്രം പല ഉപയോഗങ്ങൾ അതിനെ പ്രതി ഉണ്ട്. പക്ഷേ യേശുവില്ലാത്ത ഹൃദയങ്ങളിലേക്ക് അല്ലെങ്കിൽ യേശുവില്ലാത്ത കൈകളിലേക്ക് പ്രൈസൽ ഇത് വന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും പ്രൈസൽ അവൻ പാപത്തിലേക്ക് വഴിമാറുമെന്നുള്ളതിനകത്ത് ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് തിരുവചനം പറഞ്ഞത്, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ഇസ്രായേൽ ജനം മരുഭൂമി പ്രയാണം കഴിഞ്ഞ് കനാൻ ദേശത്തിലേക്ക് കടക്കുമ്പോൾ ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞൊരു വാചകമുണ്ട്: ഞാൻ നിങ്ങളോട് കൽപ്പിച്ച ന്യായപ്രമാണങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലിരിക്കണം, നിങ്ങളുടെ മക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കണം. സ്തോത്രം ഹല്ലേലൂയ. നിങ്ങളുടെ കൈമേൽ അത് അടയാളമായിരിക്കണം, നെറ്റിമേൽ അത് പട്ടമായിരിക്കണം. നിങ്ങൾ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സകലതും ദൈവത്തിൻ്റെ പ്രമാണമായിട്ട് മാറണം. ഈ ലോകത്തിൻ്റെ പലതും നമ്മുടെ തലമുറകളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? സ്തോത്രമല്ലേ. നമ്മളൊക്കെ ജീവിക്കുന്ന ഈ മോഡേൺ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാലഘട്ടമാണ്. ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ ഈ മോഡേൺ യുഗത്തിനകത്ത് സകലവിധ ആധുനിക സംവിധാനങ്ങൾ നമ്മുടെ തലമുറകളെ പാപത്തിലേക്ക് വലിച്ചിഴയ്ക്കുമ്പോൾ അതിൽ നിന്ന് അവരെ തിരികെ കൊണ്ടുവരാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമാണ്, യേശുവിന് മാത്രമാണ്. അതുകൊണ്ട് നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും വിട്ടുമാറുകയില്ല. നോഹ എന്ന തലമുറ ലാമേക്കിന് ജനിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങൾ വരുമ്പോൾ പറയുന്നൊരു വാചകമുണ്ട്. ലാമേക്ക് ജനിച്ച തലമുറയെ നോക്കി പറഞ്ഞൊരു വാചകമുണ്ട്. എന്തുവാ? യഹോവ ശപിച്ച ഭൂമിയിൽ സ്തോത്രം ഇവൻ ഞങ്ങൾക്കൊരാശ്വാസമായിരിക്കുമെന്ന് പറഞ്ഞിട്ട് അവന് നോഹ എന്ന് പേർ വിളിപ്പാനിട വന്നു. സ്തോത്രം ശ്രദ്ധിച്ച്, ദൈവം ശപിച്ച ഭൂമിയിൽ ഇവൻ ഒരാശ്വാസമാകുമെന്ന് പറഞ്ഞിട്ടാണ് അവൻ നോഹ എന്ന് പേർ വിളിച്ചത്. അതുകൊണ്ട് തന്നെ നോഹയുടെ കാലഘട്ടത്തിൽ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്ന ഇങ്ങനെയാണ്: അവന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. സ്തോത്രം ഹല്ലേലൂയ. ഈ തലമുറയിൽ ദൈവത്തിൻ്റെ കൃപയെ ചുമക്കുന്നവരായി നമ്മുടെ തലമുറകൾ മാറട്ടെ. പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും പ്രൈസ് നല്ല ഒരു വർഷം ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ആശംസയായിട്ട് നേരുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് തലമണിക്കുക. പരിശുദ്ധ പിതാവ്, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം.
ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. കർത്താവിൻ്റെ മഹത്വം ഇന്ന് സ്തോത്ര പ്രഭാതത്തിൽ വെളിപ്പെടും. പ്രത്യേകിച്ച് സ്കൂളുകളിലേക്ക് വിദ്യാഭ്യാസ മേഖലകളിലേക്ക് പോകുന്ന എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിച്ചാട്ട് ബലപ്പെടുത്തി ശക്തീകരിച്ച് മാനിച്ച് അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെയും പിതാപുത്ര പരിശുദ്ധാത്മാവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുകയാണ്. എല്ലാ നന്മകളെ കൊണ്ട് നിറയ്ക്കും. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.